എല്ലാവർക്കും നമസ്കാരം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ തുറന്നു വെച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അഡ്രസ്സ് ചെയ്യണം എന്ന് എനിക്ക് പേഴ്സണലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായതുകൊണ്ടാണ്. ഇത് ഇപ്പോൾ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നാൻ വ്യക്തിപരമായിട്ട് അതിലേക്ക് എന്നെ ട്രിഗർ ചെയ്ത ഒരു ഇൻസിഡൻറ്റും ഉണ്ട്. അത് പറയാം. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലും ഞാൻ പ്രിപ്പയർ ആവുകയോ അല്ലെങ്കിൽ ഒരു നോട്ട്സ് മേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇൻ്റർവ്യൂസിന് പോയ സമയത്തും ഈവൻ ടെഡെക്സിൽ പോകുന്ന സമയത്ത് പോലും ഒരു രീതിയിലും പ്രിപ്പയർ ചെയ്യാതെ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് അവിടെ പോയി നിന്നത്. പക്ഷേ ഇത് ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടും ഒരുപാട് ആളുകൾ അറിയേണ്ട അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും ഞാൻ പ്രോപ്പർലി നോട്ട്സ് ക്രിയേറ്റ് ചെയ്താണ് ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം സംസാരിക്കാൻ എന്നെ ട്രിഗർ ചെയ്ത അല്ലെങ്കിൽ എന്നെ അവിടേക്ക് എത്തിച്ച സംഭവം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം 2023 നവംബർ മാസം സെക്കൻഡ് വീക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ടിക്കിറ്റാക്ക എന്ന് പറയുന്ന ഞാൻ തിരക്കഥ എഴുതിയ ആദ്യത്തെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത്. തുതിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അതൊരു ചേറ് കണ്ടമാണ്, ഒരു ചതുപ്പ് ഏരിയയാണ്. അപ്പോൾ അതിരാവിലെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ആ ദിവസം വളരെ ലേറ്റായിട്ട് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവൻകൂർ കോട്ട് എന്ന് പറയുന്ന ലോഡ്ജിലാണ് ക്രൂവിലെ മെയിൻ മെമ്പേഴ്സ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും തിരിച്ചെത്തുന്ന സമയത്ത് ഡ്രസ്സ് മുഴുവൻ ചെളിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അവിടെ നടന്ന ഒരു പർട്ടിക്കുലർ ഷൂട്ടിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത്യാവശ്യം ടയറിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ടാർഗറ്റ് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ടയറിങ് ആവുകയും നൈറ്റ് ഷൂട്ടിലേക്ക് പോവുകയും അങ്ങനെ നൈറ്റ് ഷൂട്ട് ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഷൂട്ട് അത്യാവശ്യം അർദ്ധരാത്രി വരെ പോയിട്ടാണ് ഞാൻ റൂമിലേക്ക് തിരിച്ചെത്തുന്നത്. റൂമിലെത്തുന്ന സമയത്ത് ഷൂസിലും സോക്സും ഒക്കെ നനഞ്ഞ് ചെളിയായി, പാൻസ് മുഴുവൻ ചെളിയായി, അങ്ങനെ അവസ്ഥയിലാണ് എത്തുന്നത്. ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഒരു ഇൻസ്റ്റഗ്രാം കോളാണത്, ഒരു ഓഡിയോ കോളാണത്. സ്വാഭാവികമായിട്ടും എനിക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. ഒരു വോയിസ് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റായിട്ടോ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഞാൻ റിപ്ലൈ ചെയ്തു. റിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് തിരിച്ചു കിട്ടിയ ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് ഇപ്പോൾ തന്നെ സംസാരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, കാര്യം എന്താണെന്ന് പറയൂ, ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ്, ഫിസിക്കലി എക്സോസ്റ്റഡ് ആയതിനേക്കാൾ കൂടുതൽ വളരെ മെൻ്റലി എക്സോസ്റ്റഡ് ആയ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫോൺ കോളിൽ സംസാരിക്കാൻ യാതൊരു രീതിയിലും ഉള്ളൊരു മെൻ്റൽ സ്പേസ് അപ്പോൾ എനിക്കുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചധികം ടെക്സ്റ്റുകൾ അയക്കാൻ തുടങ്ങി. ഈ ടെക്സ്റ്റുകളുടെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, എന്താണ് എൻ്റെ അടുത്ത് ആരും സംസാരിക്കാത്തത്, ആരെങ്കിലും എന്നോട് സംസാരിക്കൂ. അപ്പോൾ ബേസിക്കലി അദ്ദേഹം പർട്ടിക്കുലർലി എൻ്റെ അടുത്തല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരോടെങ്കിലുമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഞാൻ ഓൺലൈൻ ഉണ്ടായിരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ സംസാരിക്കാൻ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് പ്രശ്നമെന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവിക്കാൻ ആഗ്രഹമില്ല, ഭയങ്കര സൂയിസൈഡലാണ് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു നീണ്ട മെസ്സേജ് അയച്ചു, എനിക്കിപ്പോൾ ഒരു കോളിൽ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കൂ അല്ലെങ്കിൽ ടെക്സ്റ്റ് അയക്കൂ, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന് വളരെ നീണ്ടൊരു മെസ്സേജ് അയച്ചു. ഞാൻ മെസ്സേജ് കാണിച്ചു തരാം. അവിടെ മുതൽ ഇദ്ദേഹം ബേസിക്കലി, അതായത് ഇദ്ദേഹത്തിന് എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കണം. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏത് രീതിയിലും നമ്മളെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുക, നമ്മളെ പ്രൊവോക്ക് ചെയ്ത് അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഇദ്ദേഹം ആരംഭിച്ചു. ആദ്യം ഞാൻ ഒരു മെസ്സേജ് അയച്ചപ്പോൾ, ഇത് ഓട്ടോമേറ്റഡ് മെസ്സേജ് ആണോ, ഇത്രയും ടയേർഡായിട്ട് വന്നിട്ട് അങ്ങനെ ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, അദ്ദേഹം ആരാണെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹത്തോട് തോന്നിയ എൻ്റെ കൺസേൺ കൊണ്ടാണ് ഇത്രയും നീണ്ട ഒരു മെസ്സേജ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇദ്ദേഹത്തിന് അയക്കുന്നത്. ഇദ്ദേഹം അതിനെ വളരെ ബിലിറ്റിൽ ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് ഓട്ടോമേറ്റഡ് ആയിട്ട് ഞാൻ അയക്കുന്ന മെസ്സേജ് ആണോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല സുഹൃത്തെ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എൻ്റെ അടുത്ത് പറയും. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ത്രെട്ടിൻ്റെ രീതി മാറി. അതായത് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചില്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്തം കൂടി ആകും എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ എത്തിയത് കൊണ്ട് തന്നെ
ഒരു പക്ഷെ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചാണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രൊവോക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ത്രെട്ട് ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത് മൊത്തത്തിൽ അതിലൊരു ഭീഷണിയുടെ സ്വരം എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നില്ല എന്ന തീരുമാനത്തിലെത്തി. അദ്ദേഹത്തിന് അതിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമായൊരു മെസ്സേജ് അയച്ചു. ഈ കാര്യം പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഞാൻ പണമില്ലാതെ 6 മാസത്തോളം ഒരു യാത്ര നടത്തിയിരുന്നു. ഹിച്ച് ഹൈക്ക് ചെയ്ത് പെന്നിലെസ് ആയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്ര വളരെ റൊമാൻറ്റിസൈസ്ഡ് ആയിട്ട് ആളുകളിലെത്തുകയും ഇത് സംസാരിക്കപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഈ യാത്ര എത്തിക്കുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി വണ്ടികൾക്ക് കൈ കാണിച്ചും കിട്ടുന്ന സ്ഥലങ്ങളിൽ കിടന്നുറങ്ങിയും ഭക്ഷണം മറ്റുള്ള ആളുകളോട് ചോദിച്ചുമൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഈ യാത്ര എത്തിക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില നഗരങ്ങളിലൊക്കെ എൻ്റെ യാത്ര സുഖകരമാവും. അവിടെ ചിലപ്പോൾ മലയാളികളായിട്ട് എനിക്ക് നേരിട്ട് അറിയാത്ത ആളുകളെ കാണാൻ കഴിയും എന്നൊക്കെയുള്ളൊരു ഇൻറ്റൻഷനിലാണ് ഞാൻ സഞ്ചാരി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ യാത്രയെക്കുറിച്ച് ആദ്യമായിട്ടൊരു വിവരണം എഴുതുന്നത്. അപ്പോൾ ഏതാണ്ട് 100 ദിവസത്തിന് മുകളിലായിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇങ്ങനൊരു യാത്രയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ ഒരു സാഹചര്യത്തിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാകാതെ ഞാൻ ഒരു സമയത്ത് റിയലൈസ് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു യാത്ര ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആവുന്നു. നമ്മൾ പണമില്ലാതെ ഒരു ദിവസം റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാം അൺസേർട്ടനാണ്. കൂടുതലും ലോറികൾക്ക് കൈ കാണിച്ച് ട്രക്കുകളിലാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്. കിട്ടുന്ന ട്രക്ക് എവിടേക്കാണെന്ന് നമുക്കറിയില്ല. ഞാൻ പോകേണ്ട അടുത്ത ഡെസ്റ്റിനേഷൻ എവിടേക്കാണെന്ന് എനിക്കറിയില്ല. വളരെ റാൻഡമായിട്ടാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അടുത്ത ഭക്ഷണം എവിടുന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ആ രാത്രി എവിടെ ചെന്നെത്തി എവിടെയാണ് കിടന്നുറങ്ങുന്നത് എനിക്കറിയില്ല. ഇത്രയും അൺസർട്ടനിറ്റിയിലേക്ക് ഞാൻ എന്നെ തന്നെ ഒരു സെൽഫ് പണിഷ്മെന്റ് പോലെ എന്നൊക്കെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാവുന്ന രീതിയിൽ ഇത്രയും അൺസർട്ടനിറ്റിയുടെ അടുത്തേക്ക് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ചിന്തകൾ ഉണ്ടാകില്ല, എന്നെ ചിന്തകൾ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറയുന്നൊരു വിശ്വാസമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. കാരണം ഞാൻ ആ സമയത്ത് സഞ്ചാരിയിൽ എഴുതിയിരുന്ന ഒരു കുറിപ്പ് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധങ്ങളെക്കാൾ കലാപങ്ങളെക്കാൾ പുറം ലോകത്തുള്ള ഏതൊരു ആപത്തിനേക്കാൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന നമ്മളുടെ തന്നെ ചിന്തകളെ ആയിരിക്കും എന്നായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ എഴുതിയ കുറിപ്പുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കൂടുതൽ ആളുകളെ കണ്ടുമുട്ടാൻ കഴിയുകയും എനിക്കത് വ്യക്തിപരമായിട്ട് വളരെ ഗുണം ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ രാജസ്ഥാനിൽ ഞാൻ പോകുന്ന സമയത്ത് ഇജാസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം എന്നെ മന്ദൻ എന്ന് പറയുന്ന NGOയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് എൻ്റെ ഒരു യാത്രാകരണം വായിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ബേസിക്കലി എന്നെ അല്ലാതെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ എനിക്ക് ഹീലാവാൻ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള സൊല്യൂഷൻസ് അല്ല നമ്മൾ മെൻ്റലി നമ്മളൊരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ ഹീൽ ചെയ്യാൻ അങ്ങനൊരു സൊല്യൂഷൻ അല്ല നമ്മൾ സീക്കേണ്ടതെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അത് ഞാൻ കൂടുതൽ റിയലൈസ് ചെയ്തത് പിൽക്കാലത്ത് എനിക്ക് തെറാപ്പിക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിയ സമയത്ത് ഇങ്ങനെ ഞാൻ കണ്ടെത്തിയിരുന്ന സൊല്യൂഷൻസ് ശാശ്വതമായൊരു സൊല്യൂഷൻ ആയിരുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി പല കാര്യങ്ങളും സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു ഇത്. കുറച്ചുകൂടെ ഡീപ്പറായിട്ട് കാര്യങ്ങളെ കാണുന്നത് ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്തത് എന്നാണ് ഞാൻ പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞത്. ഇങ്ങനെ ഒരു യാത്ര നടത്തുകയും അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുകയും ആ യാത്രയെക്കുറിച്ച് ഞാൻ എഴുതുകയും അതിനു മുമ്പുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ വിവരങ്ങൾ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്ത സമയത്ത് ഫേസ്ബുക്കിൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ തുടങ്ങി. ഇതിലൊരുപാട് ആളുകൾ എൻ്റെ ഫോൺ നമ്പർ ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു തുടക്കകാലത്ത് ഞാൻ അങ്ങനെ ചോദിച്ച എല്ലാ ആളുകൾക്കും ഫോൺ നമ്പർ കൊടുക്കുകയും ഈ യാത്രക്കിടയിൽ തന്നെ ഒരുപാട് ഫോൺ കോളുകൾ വരികയും അവർ ഡിമാൻഡ് ചെയ്യുന്ന അത്രയും സമയം ഞാൻ അവർക്ക് കൊടുക്കുകയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ അണ്ടർലൈൻ ചെയ്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുക അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഫേസ് ചെയ്യുകയാണെങ്കിൽ മോഡേൺ മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ശാസ്ത്രീയമായ മാർഗം സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ആ സമയത്ത് വന്നിരുന്ന ഫോൺ കോളുകൾക്ക് പല സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഫോൺ കോളുകൾ, ആ ഒരു ജേർണി അപ്രീഷിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ കറേജിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അങ്ങനെ പല തരത്തിലുള്ള കോളുകളുണ്ടായിരുന്നു. എഴുത്തിൽ പോരായ്മകൾ പറഞ്ഞു തരുന്ന, ക്രിട്ടിക്കലായിട്ട് നമ്മുടെ അടുത്ത് സജഷൻസ് തരുന്ന, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് ഫോൺ കോൾസ് എന്ന് പറയുന്നത് മാനസികമായിട്ട് ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയും അവർക്ക് ഒരു മാജിക്കലായിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാൻ എനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാജിക്കൽ റെമഡി എന്ന് പറയുന്ന ഐഡിയ ഏറ്റവും കൂടുതൽ വിറ്റുപോവുകയും ആളുകൾ ആ ഐഡിയ ഭയങ്കരമായിട്ട് ക്യാരി ചെയ്യുകയും ചെയ്യുന്നൊരു നാടാണ് നമ്മുടെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന ചെടിയുടെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറും, ഇന്ന ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് ആണെങ്കിലും മെൻ്റലായിട്ടുള്ള ഹെൽത്ത് ആണെങ്കിലും
എല്ലാവർക്കും മാജിക്കലായിട്ടുള്ള റെമഡീസ് ആണ് പ്രിഫറബിൾ. നമ്മൾ കുറച്ചുകൂടെ റാഷണലായിട്ട് ചിന്തിക്കുന്നതിനപ്പുറം അങ്ങനെ വ്യക്തിപരമായിട്ട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഈ ഫോൺ കോളുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബ്രേക്കപ്പിന് ശേഷം ഒരു മാനസികമായിട്ടുള്ളൊരു വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഫോൺ കോളുകളായിരുന്നു. ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ആളുകളുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. ഈ ഫോൺ കോളുകളുടെ ഒരു പൊതു സ്വഭാവം, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, വളരെ മെച്ചുവറായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഒരു ഫോൺ കോളുകളുടെയും സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ ചെയ്യുന്ന ആളുടെ പാർട്ട്ണറായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ, ദാറ്റ് പേഴ്സൺ ഈസ് ദ വൺ ടു ബ്ലെയിം. ഈ ഫോണിൽ സംസാരിക്കുന്ന ആളൊരു വിക്ടിമും മറ്റേ ആളൊരു ഭയങ്കര ഒരു ആന്റഗണൈസ് ചെയ്യാവുന്ന ഒരാളുമായിരുന്നു എന്ന് പറയുന്ന ഒരു നറേറ്റീവായിരുന്നു കൂടുതൽ ആളുകൾക്കുള്ളത്. ദാറ്റ് ഇസ് നമ്പർ 1. ഈ പറയുന്ന ഫോൺ കോളുകളിലൂടെ ഞാൻ കേൾക്കുന്ന കഥകളെല്ലാം ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മാത്രം ഒരു കഥ കേൾക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും എത്രമാത്രം ശരിയാണ്, അതിൻ്റെ കൃത്യമായ സത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് ഒരാൾ പറയുന്ന ഒരു നറേറ്റീവ് മാത്രമാണ്. അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് അതായിരിക്കും സൗകര്യം. പക്ഷേ ചിലപ്പോൾ നമ്മൾ അൺഇൻറ്റൻഷണലായിട്ട് തന്നെ അങ്ങനെ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നറേറ്റീവ് ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ പെയിനിനെ ഈസ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കഥകൾ പറയുന്ന പല ആളുകളും ഈ കഥകൾ വീണ്ടും വീണ്ടും പറയാനും വളരെ ഡീറ്റെയിൽഡായിട്ട് മറ്റൊരാളോട് പറയാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞാനിതെല്ലാം പറയുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ ഈ ഒരു മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ദിസ് ഇസ് എ ലോങ് സ്റ്റോറി. ഇത് വീണ്ടും വീണ്ടും പറയുന്നതിലൂടെ അവർ തന്നെ അറിയാതെ ആ പെയിനെ അവർ പെർപ്പച്വേറ്റ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ തവണ അത് പറയുമ്പോഴും ആ വേദന ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം കൂടുതൽ അണ്ടർലൈൻഡ് ആവുകയും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുകയും കൂടുതൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുകയും നമ്മൾ വീണ്ടും വീണ്ടും ഒരു നറേറ്റീവ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ റിയാലിറ്റിയായി മാറുകയും അത് നമ്മളെ അഫക്റ്റ് ചെയ്തു എന്ന് ഓരോ തവണ പറയുമ്പോഴും ഏതോ ഒരു തലത്തിൽ റൊമാൻറ്റിസൈസ്ഡ് ആയിട്ട് നമ്മളെ കൂടുതൽ അഫക്റ്റ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ചില ആളുകളുടെ കേസുകളിൽ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് സ്റ്റോറീസിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും ഈ പറയുന്ന ഒരു റിലേഷൻ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിരുന്നു. ഇത് എടുത്തു മാറ്റിയാൽ അവരുടെ ജീവിതമില്ല, അവരുടെ ജീവിതം കംപ്ലീറ്റ്ലി ഇതിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പല ആളുകളും സംസാരിച്ചിട്ടുള്ളത്. അതായത് അത് മാത്രമാണ് മാറ്റർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറത്തൊരു ജീവിതമില്ല, അതിൻ്റെ പുറത്ത് മറ്റൊന്നുമില്ല എന്നുള്ളൊരു തരത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിക്കുമ്പോഴും നമ്മൾ ഡിസയർ ചെയ്യുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഔട്ട്കമ്മിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്ന നമ്മളുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനും ഈ പറഞ്ഞ കുറേ ആളുകളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളുടെ റിയാലിറ്റിയെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായ ഒരു കാര്യം സംഭവിച്ചത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ കഴിയൂ എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് അംഗീകരിക്കാൻ പറ്റാത്തതുപോലെ. ഒരു സമയത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള തിരക്കുകളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ ജീവിതം കൂടുതൽ കോംപ്ലക്സ് ആവുകയും സിനിമ എന്ന് പറയുന്ന ഒരു ആസ്പിറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ വളരെ അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു സ്വപ്നത്തെ പിന്തുടരുകയും, അപ്പോൾ ആ അൺസർട്ടനിറ്റി ജീവിതത്തിൽ കൂടുതൽ എന്നെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെയുള്ള ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാനും അവരോട് ഒരുപാട് നേരം സംസാരിക്കാനും ഒക്കെ കഴിയാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു. അതായത് എനിക്ക് ആ പെയിൻ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാതാവുകയും അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങുകയും അങ്ങനെ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഇത് വല്ലാതെ ബാധിക്കാൻ തുടങ്ങുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത്തരം ഫോൺ കോളുകളും മെസ്സേജസും ഒക്കെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത്. അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പലപ്പോഴും മെസ്സേജുകൾ വരുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും തെറാപ്പി സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളൊരു തെറാപ്പിക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൗൺസിലേഴ്സ് ആരൊക്കെയാണ്, തെറാപ്പിസ്റ്റുമാർ ആരൊക്കെയാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കോൺവെർസേഷൻ പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലും ഈ മിസ്റ്റേക്കുകൾ, ഈ ഫോൺ കോൾസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇതേ മിസ്റ്റേക്കുകൾ ഏറെക്കുറെയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിസ്റ്റേക്കുകൾ ഇതിനൊക്കെ ശേഷവും, ഇതെല്ലാം റിയലൈസ് ചെയ്തതിന് ശേഷവും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങേയറ്റം വൈകാരികമാവുന്ന സമയത്ത്
നമ്മളുടെ റാഷണൽ, നമ്മളുടെ യുക്തി ബോധം നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ പലപ്പോഴും ഈ പറയുന്ന യുക്തി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിസ്റ്റേക്സ് എല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവങ്ങളും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ മെസ്സേജിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം മെസ്സേജിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വ്യക്തിപരമായിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് 27K ഫോളോവേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിലും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ ഒരു 10K ഫാമിലി യൂട്യൂബിലും ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു പബ്ലിക് സ്പേസിൽ നമ്മുടെ ജീവിതം അങ്ങനെ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് പലപ്പോഴും മറ്റുള്ള ആളുകൾ നമ്മളുടെ മുകളിൽ അവർക്കൊരു അവകാശമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്തായിരിക്കണം, നമ്മളെങ്ങനെ വസ്ത്രം ധരിക്കണം, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഈ നായികമാരുടെ കമൻറ്റ് ബോക്സിൽ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല രീതിയിലും മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ആളുകളുണ്ട്. അതൊരു പക്വതയില്ലായ്മയാണ്, പക്ഷേ അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് നമ്മളെ നന്നായിട്ട് അറിയായിരിക്കും. നമ്മളിങ്ങനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉള്ള സമയത്ത് അവർ നമ്മളെ നന്നായിട്ട് അവർക്ക് അറിയാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, അവർ നമ്മളുടെ ആകത്തുകയിൽ കാണുന്ന കുറേ കാര്യങ്ങൾ വെച്ച് അവരുടെ മനസ്സിൽ അവർ നമ്മളെക്കുറിച്ച് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഇമേജിലുള്ള ഒരാളായിരിക്കണം എന്നില്ല നമ്മൾ. അതുപോലെ തന്നെ ഇങ്ങനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു സുഹൃത്തിനെ പോലെ അവർക്കറിയാവുന്ന ഒരാളായിട്ടാണ് അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അവരെ അറിയില്ല എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ബൗണ്ടറി എന്ന് പറയുന്ന ഒരു ഐഡിയ നഷ്ടപ്പെടും. മറ്റൊരാളുടെ പേഴ്സണൽ ബൗണ്ടറീസ് എന്താണ് എന്ന് പറയുന്ന ഒരു ഐഡിയ നഷ്ടപ്പെട്ടിട്ട് പല ആളുകളും പെരുമാറും. ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച ആൾ എൻ്റെ സൈഡിൽ നിന്ന് റിവേഴ്സ് തിങ്ക് ചെയ്യുന്നില്ല. അതായത് അദ്ദേഹത്തിന് എൻ്റെ കൂടെ സംസാരിക്കണം. അപ്പം ഞാൻ എന്താഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ മാനസികാവസ്ഥ എന്താണ്, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തിന് പ്രസക്തമല്ല. അതിന് പ്രസക്തി ഉണ്ടാവുകയും അരുത് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് നടക്കണം. അത് നടന്നില്ലെങ്കിൽ നമ്മളെ കുറച്ച് കാണിക്കുക, നമ്മളെ ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തുക, നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ്, ഇതെല്ലാം ആകാം എന്ന് പറയുന്ന ഒരു ധാരണ. അതായത് മറ്റൊരാളിൽ നിന്ന്, അയാളുടെ കാഴ്ചപ്പാടിൽ നിന്ന്, അയാളുടെ സാഹചര്യത്തിൽ നിന്ന് തിരിച്ചും ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം നിരത്തി വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരാൾ റിലേഷൻഷിപ്പിൽ ഫെയിൽ ആവുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒരുപക്ഷെ ഇതേ കാരണം കൊണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ ഫെയിൽ ആവുന്നത്. ഈ റിവേഴ്സ് തിങ്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, ഒരാളെ കുറിച്ച് നമ്മളൊരു ഇമേജ് ഉണ്ടാക്കിയിട്ട് അവരങ്ങനെ ആവാതിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആവുക, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ ആക്കി മാറ്റാൻ ശ്രമിക്കുക, ഇങ്ങനെ കുറേ റീസൺസ്. ഞാനപ്പോൾ ബേസിക്കലി എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഇത്രയധികം ആളുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയതിൽ നിന്നും ഞാൻ വ്യക്തിപരമായിട്ട്, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, ഇത് ഫാക്ച്വലി പൂർണ്ണമായിട്ട് സത്യമാവണമെന്നില്ല, എല്ലാ ആളുകളുടെയും കാര്യത്തിൽ ഇത് ബാധകമാവണമെന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് ലെസൺസ്, ഒരു ബ്രേക്കപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ബ്രേക്കപ്പ് പീരീഡിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ലെസൺസിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓരോ ലെസണിനെ കുറിച്ച് ഞാൻ പറയുമ്പോഴും അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ റിസർച്ച് ചെയ്യും. ഓരോ ലെസണിനെ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ എല്ലാ ഡയമെൻഷനിൽ നിന്ന് ചിന്തിക്കുകയും ചെയ്തിട്ടാണ് ഓരോ ലെസൺസിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ലെസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ബ്രേക്കപ്പിന് ശേഷം അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിലേക്ക് പോവുകയാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട നമ്മുടെ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത്, നമ്മളുടെ എല്ലാ ആക്ഷൻസിനെയും നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ലെസൺസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ആക്ഷൻസിനെ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കാണുകയും അതിനെ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് ഈസ് ഇറ്റ് നെസസറി, ഇത് അത്യാവശ്യമാണോ എന്ന് വളരെ കൃത്യമായിട്ട് വിലയിരുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് എനിക്ക് ആദ്യത്തെ ലെസണായിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ലെസണിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പ് മോശമായിട്ട് പോവുകയാണ്, സംതിങ് ഈസ് ഗോയിങ് റോങ് എന്ന് ഫീൽ ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ നമ്മൾ കുറച്ചുകൂടി ഇമോഷണലി ഡ്രിവൺ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇമോഷണലി ഡ്രിവൺ ആവുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ റിലേഷൻഷിപ്പിലും കൂടുതൽ അഫക്റ്റ് ആവുന്ന ഒരാളുണ്ടാവും. ആ വ്യക്തി നമ്മളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ
വികാരങ്ങൾ നമ്മളുടെ എല്ലാ റാഷണലിനെയും ഓവർടേക്ക് ചെയ്യും. ഈ മിസ്റ്റേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ യുക്തിബോധം പൂർണ്ണമായി നഷ്ടപ്പെടുകയും വളരെയധികം വൈകാരികമായിട്ട് നമ്മൾ സാധാരണ ഒരു സാഹചര്യത്തിൽ ഒരു രീതിയിലും പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ആ പ്രവർത്തികൾ പലപ്പോഴും പിൽക്കാലത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാവശ്യമായിരുന്നോ എന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് പിൽക്കാലത്ത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെയുള്ള സാഹചര്യത്തിലുണ്ട്. ഇത് ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്ന ഒരു സമയത്ത്, അതായത് നമ്മുടെ റിലേഷൻഷിപ്പിൽ സംതിങ് ഈസ് ഗോയിങ് റോങ് എന്ന് തോന്നുന്ന ഒരു സമയത്തും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന് ശേഷവും പോസ്റ്റ് ബ്രേക്കപ്പും ഇത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരുപാട് പേര് ഈ സാഹചര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ആക്ഷൻസ് പലപ്പോഴും കോമൺലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ അറ്റൻഷൻ സീക്കാൻ ചിലപ്പോൾ ശ്രമിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷൻസിനെ കുറച്ചുകൂടെ ലൗഡറായിട്ട് എക്സിബിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ നമ്മൾ സിമ്പതി ആഗ്രഹിക്കുകയും ആ സിമ്പതി നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ആക്ഷൻസിനെ ഡിസൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ എക്സ്ട്രീംലി ടോക്സിക് ആകുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തിൻ ലൈനാണ് ഈ കാര്യങ്ങളുടെ ഇടയിലുള്ളത്. ഇത് ടോക്സിക് ആവുന്ന സമയത്ത് ഇതെന്തൊക്കെയായിട്ടാണ് മാറുന്നത്? ഇത് ഗ്യാസ് ലൈറ്റിങ്ങും മാനിപ്പുലേഷനും ഒക്കെ ആയിട്ടാണ് മാറുന്നത്. നമ്മളിത് കൂടുതൽ ചെയ്യും തോറും ഇത് കൂടുതൽ മോശം റിസൾട്ട് തരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇൻസെക്യൂർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ഏറ്റവും ഇൻസെക്യൂർ ആയിട്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ചെയ്ത് ഇത് പലപ്പോഴും കൂടുതൽ മോശം ഔട്ട്കംസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇൻസെക്യൂരിറ്റി കൂടുകയും നമ്മൾ കൂടുതൽ ഇമോഷണൽ ആവുകയും കൂടുതൽ റാഷണൽ ഇല്ലാത്ത രീതിയിൽ, യുക്തി ഇല്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യാനുള്ള സാധ്യത ഇങ്ങനൊരു സാഹചര്യത്തിലുണ്ട്. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നമ്മളിങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരം ആക്ഷൻസ് ഇറ്റ് ഡസ് മോർ ഡാമേജ് ടു ദ റിലേഷൻഷിപ്പ് ദാൻ സേവിങ് ഇറ്റ്. പലപ്പോഴും ഇതായിരിക്കും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള ആക്ഷൻസ് ഒരു പക്ഷേ നമ്മളതിനെ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇഫ് വി ക്യാൻ ബി സോ പാസീവ് ദാറ്റ് വി ഡു നത്തിങ് അറ്റ് ഓൾ, ചിലപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ എനിക്ക് ആദ്യം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ആസ് പാസീവ് ആസ് പോസിബിൾ. എഗെയിൻ ദ ഫണ്ണിയസ്റ്റ് തിങ് ഇസ്, നമ്മൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ഫൈറ്റ് ചെയ്യാൻ തോന്നുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്തിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് സേവ് ആയേനെ എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ വരെ ഒരുപക്ഷെ എത്തിയേക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും ഇമ്മച്ചുറായിട്ടുള്ളൊരു സൈഡായിരിക്കും ഈ സമയത്ത് പുറത്തു വരുന്നത്. നമ്മുടെ ഏറ്റവും പക്വതയില്ലാത്ത പല പ്രവൃത്തികളും ആ ഒരു വശം ഒരുപക്ഷെ നമ്മുടെ പാർട്ട്ണർ കണ്ടിട്ടുണ്ടാവില്ല. മാത്രമല്ല നമ്മൾ ആ സമയത്ത് എക്സിബിറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളുടെ ഒരു അൺനോൺ സൈഡ് ടു ദ പാർട്ട്ണർ ആയിരിക്കും. നമ്മളുടെ ആ ഒരു സൈഡ് അവരെ ബേസിക്കലി ഭയപ്പെടുത്തുകയും അവരിലൊരു ഡിസ്കസ്റ്റ് ഉണ്ടാക്കുകയും അത് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഇതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഒന്നാമത്തെ ലെസൺ, വാച്ച് യുവർ ആക്ഷൻസ് കെയർഫുള്ളി എന്ന് പറയുന്ന കാര്യം. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രൈമറി ആയിട്ട് തോന്നിയ ലെസൺ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഒരുപാട് ലെസൺസിനെ കുറിച്ച് പറയാനുള്ളത് കൊണ്ടും ഈ വീഡിയോ ഓൾറെഡി വളരെ ലെങ്തി ആയതുകൊണ്ടും ഞാൻ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട്, ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും.